الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സംശയമെന്ന നിലക്ക് ഒരാൾ ഒരു പണ്ഡിതനോട് ചോദിച്ചതാണ്, നമ്മളിങ്ങനെ ഈ ദിക്റുകൾ, ആ ചൊല്ലുന്ന ദിക്റുകൾ തന്നെ ആവർത്തിച്ച് 100 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് കൂടുതൽ ചെല്ലുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്, യുക്തി എന്താണ്? സത്യത്തിൽ ഒരേ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മളിൽ മടുപ്പും അതിലുള്ള ഒരു ഭക്തിയും അതിൻ്റെ ഒരു ഗൗരവവും നഷ്ടപ്പെട്ടു പോകാനല്ലേ സാധ്യത എന്ന് ഒരാൾ ചോദിച്ചു. അതിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് ദിക്റുകളുടെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ബലിപെരുന്നാളാവുമ്പോൾ അയ്യാമുത്ത ശരിയൊക്കെ 3 ദിവസം ദിക്റുകൾക്ക് വേണ്ടി മാത്രമായി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ബലിപെരുന്നാളിനൊക്കെ സാധാരണ ഈദുൽ ഫിത്തറിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈദ്ഗാഹിൽ ഇമാമത്തി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ തക്ബീറുകൾ അവസാനിച്ചു. എന്നാൽ ഈ പെരുന്നാൾക്ക് അങ്ങനെയല്ല. നമ്മൾ ഈ 3 ദിവസങ്ങളിലും 13-ൻ്റെ അന്ന് 10-നാണ് പെരുന്നാൾ, 13-ൻ്റെ അന്ന് അസ്വർ നമസ്കാരം വരെയും നമ്മൾ ഈ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണ്. പെരുന്നാളിൻ്റെ അന്ന് ചൊല്ലിയ പോലെ തന്നെ നമ്മൾ ചൊല്ലണം, നമസ്കാര ശേഷവും അല്ലാത്ത സമയങ്ങളിലൊക്കെ. അപ്പോൾ ഈ അദ്കാറുകൾ നമ്മൾ ആവർത്തിച്ച് ധാരാളം തവണ ചൊല്ലുമ്പോൾ അത് സത്യത്തിൽ നമുക്ക് അതിനോടൊരു അരോചകത്വം തോന്നുകയോ അല്ലെങ്കിൽ ഗൗരവം നഷ്ടപ്പെട്ടു പോവുകയോ അല്ല ചെയ്യുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ചില ആയത്തുകൾ വരുമ്പോൾ അത് ആവർത്തിക്കും.
അത് ആവർത്തിക്കുന്നത് എന്തിനാണ്? മൗമിങ്ങൾക്ക് വിരസത വരാനല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലും സൂറത്തുൽ മാഇദയിൽ ഒരായത്തുണ്ട്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളല്ലേ, നിനക്ക് അവരെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇനി നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നീ പ്രതാപശാലിയും യുക്തിജ്ഞാനിയുമാണല്ലോ, നിനക്ക് അവർക്ക് മാപ്പ് കൊടുക്കാനും അവകാശമുണ്ടെന്ന് പറയുന്നു. ആ ആയത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. അത് വല്ലാത്തൊരു ആശയല്ലേ. നിൻ്റെ അടിമകളെ നിനക്ക് ശിക്ഷിക്കാൻ പടച്ചോണം, നിനക്ക് അവകാശമുണ്ട്, പക്ഷെ നീ ഈ മാപ്പ് കൊടുക്കുന്നവനുമാണല്ലോ എന്ന് പറയുന്ന എന്തൊരു വിശാലമായ അർത്ഥവും ആശയമുള്ളതാണ്. അത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയും. നമുക്കറിയാം, ഇമാമിങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ചില പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ അത് ആവർത്തിച്ച് പറയും. അപ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ ആശയങ്ങൾ മനസ്സിൽ സ്ഥിരീകരിക്കുകയും വീണ്ടും അതിനെ തദബ്ബുർ ചെയ്യാനും ആലോചിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണത്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ്? ഇപ്പോൾ ഖുർആൻ നമ്മൾ എത്ര പ്രാവശ്യം ഓതും? ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഓതിയാൽ മതി. എത്രയോ തവണ നമ്മൾ ഖത്തം തീർക്കുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ഓതുന്നതിനാ ഖുർആൻ എന്തിനാ ആവർത്തിച്ച് ഓതുന്നത്? ഓരോ ഹറഫുകൾക്കും പ്രതിഫലമാണ്, ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമാണ്. അതേപോലെ തന്നെയാണ് അദ്കാറുകൾ. നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിന് ഓരോന്നിനും നമുക്ക് ലളിതമായി ഏറ്റവും അധ്വാനം കുറഞ്ഞ് ഏറ്റവും അധികം കൂലി കിട്ടുന്ന കാര്യം ഏതാ വെച്ചാൽ ദിക്റാണ്. ഏറ്റവും അധ്വാനം കുറഞ്ഞ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അദ്കാറുകളാണ്. അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചില ദിക്റുകളൊക്കെ നമുക്ക് ആവർത്തിച്ച് പറയാനും കൂടുതൽ ഓർക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പ്രയോജനങ്ങൾ സുഹൃത്തുക്കൾ ഇതിൽ ചെല്ലുന്നത് കൊണ്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വെറുതെ വണ്ടിയിലും വാഹനത്തിലും വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് കിട്ടുന്നൊരു പ്രതിഫലം ഭയങ്കരമാണ്. എന്തിനൊരു പണിക്കും പോകാൻ കഴിയാതെ ഒരു സ്ഥലത്ത് അടഞ്ഞ് കിടക്കുമ്പോൾ പോലും ആളുകൾ ഇതൊന്നും ചെല്ലൂല. നമ്മളെ കുറ്റപ്പെടുത്തി പറയല്ല. എന്താണ് അങ്ങനെ തോന്നാത്തത്? താൻ തോന്നണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജീവിതത്തിൽ അതൊരു ശീലാക്കണം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയണം. അപ്പോഴേ നമുക്കൊന്ന് ഒരു അനങ്ങാനും പറ്റാതെ ചുണ്ട് മാത്രം ചലിച്ച് കിടക്കുന്നവനും ഇത് ചൊല്ലാൻ തോന്നണ്ടേ? എത്രമാത്രം വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിനൊരു താല്പര്യമുണ്ടാകാൻ ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഒന്നെന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇതൊക്കെ ചൊല്ലാനും പറയാനുമാണ്. ഇതൊക്കെ ഇബാദത്തല്ല. ഇതിനാണ് അത് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷനാവുകയാണ്, എന്താ അത് ശരിയായില്ല, ഇത് ശരിയായില്ല. സുഹൃത്തുക്കൾ, അതൊക്കെ ശരിയാകാതെ കിടന്നോട്ടെ. നമ്മൾ വന്നൊരു കാര്യം ശരിയായാൽ തന്നെ സമാധാനമായിട്ട് പോകാൻ പറ്റും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വന്നത് എന്തിനാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ വളരെ ഉഷാറായി നടന്ന ഒരാൾ പെട്ടെന്ന് കിടപ്പിലായി, ആയിക്കോട്ടെ എന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നാലും നമ്മളെ ലക്ഷ്യത്തിന് അത് തടസ്സമല്ല. നമ്മളെ ലക്ഷ്യം എന്താ? ആ കടന്നോടത്തിരുന്ന് നമ്മളെ നിസ്കാരം നോമ്പും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും അതിൻ്റെ കാര്യത്തിൽ വേണ്ടതില്ല. എന്തിനാണോ? തഹ്ഖീഖുൽ ഗായ മിനൽ ഖൽഖ്, നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുക. മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിനെ നമ്മളെ മനസ്സിൽ നിന്ന് പോകാൻ പറ്റില്ല. ഈ പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും നഷ്ടപ്പെട്ടു പോയാൽ എന്താ അറിയും? ആ ഒരു കണക്ഷൻ മനസ്സിൽ നിന്ന് എപ്പോൾ പോകുന്നു അപ്പോൾ നമ്മൾ ഏകാന്തരാകും, നമ്മൾ മനപ്രയാസത്തിലാവും, മനോദുഃഖത്തിലാവും. ആ പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ അതന്നെ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് വേണം രാവിലത്തെ ദിക്ർ ചെല്ലാൻ, വൈകുന്നേരം ഒരു 10 മിനിറ്റ് വേണം. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്തൊന്ന് ഉറങ്ങണതിൻ്റെ മുന്നേ കുറച്ച് സമയം നമ്മൾ ആ ദിക്റിന് ഉപയോഗിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, അതേപോലെ തന്നെ എല്ലാ സമയത്തും ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ആ കണക്ഷൻ നിലനിൽക്കാൻ, അള്ളാഹുവുമായുള്ള ആ ബന്ധം നമ്മൾ. അപ്പോൾ ഒരു ദിവസം ചെല്ലാതിരുന്നാൽ അറിയാം, ചെല്ലുന്ന ആൾക്കാർക്ക് ഒരു വല്ലാത്ത ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ നമുക്കുണ്ടായിരിക്കും, വല്ലാത്തൊരു മനസ്സമാധാനമൊക്കെ കിട്ടും. സൂറത്ത് അഹ്റാഫിൽ അള്ളാഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ അനുഗമിച്ച് ചെയ്യാൻ നമ്മളോടും കൂടെ പറയണതാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക്, നിൻ്റെ മനസ്സിൽ നീ നിൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. തളർറുഅൻ വഖീഫ, തളർറുഅൻ വെറുതെ ഇങ്ങനെ ചുണ്ട് മാത്രം അറിഞ്ഞുകൊണ്ട് ചെല്ലല്ല, മനസ്സ് തട്ടി ഹൃദയത്തിൽ തട്ടി വളരെ ഭക്തിയോടെ താഴ്മയോടെ പറയുന്ന വാക്കുകളെ ചിന്തിച്ച് ഉൾക്കൊണ്ട് നമ്മൾ പറയുക. വഖീഫത്തൻ, ഒരു പേടി,
പടച്ചോൻ്റെ അടുത്ത് എന്താകും, ഈ ചെല്ലിനൊക്കെ കൂലി കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ബേജാറും ഒരു ഭക്തിയൊക്കെ മനസ്സിലുണ്ടാകുക. വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദൂവി വൽ ആസ്വാൽ. ഉറക്കത്തിലൊന്നും ആവേണ്ട, ഉറക്കെ ഉച്ചത്തിൽ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ഒച്ചട്ട് ചെല്ലി ഇടങ്ങാറാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നത് വേറെയുള്ള ആൾക്കാരൊക്കെ കണ്ടോളണമെന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതിപ്പോൾ അതുക്കെ ചെല്ലുക. നിസ്കാരത്തിലാണെങ്കിൽ ഓതിക്കോളൂ, പക്ഷെ ഒരു ഭയങ്കരമായ ഒച്ചത്തിൽ ഓതി, അല്ലെങ്കിൽ തീരെ ശബ്ദമില്ലാതെ ഓതി, അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വഴിയിൽ ഒരു മധ്യമാവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്വീകരിക്കാന്നാണ്. വലാ തകും മിനൽ ഗാഫിലീൻ. നീ അശ്രദ്ധനിൽ പെട്ടുപോകരുത്. എന്താ അശ്രദ്ധനാവുക പറഞ്ഞാൽ? അശ്രദ്ധനാവുക പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദിക്ർ വിട്ടു പോകുമ്പോൾ നമ്മളെ തന്നെ മറക്കുന്നതാണ്. ഇപ്പം അൻസാഹു മംഫുസഹു, നമ്മളെ മറക്കും. നമ്മളെ മറക്കുക പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകാനുള്ള ഒരാളാണ്, ഞാൻ പരലോകത്ത് പോകേണ്ട ഒരാളാണ്, ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട ആളാണെന്നൊരു ഓർമ്മ ഉണ്ടാവില്ല. ഒരു ഹാലിൽ അങ്ങനെ ആയുസ്സും ജീവിതവും കടന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. അള്ളാഹനെ നമ്മൾ മറന്നുപോയാൽ സംഭവിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമുക്ക് തന്നെ ഗുണകരമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വിട്ടുപോകും. സ്വർഗം നഷ്ടപ്പെടും, ദുനിയാവിലെ സൗഭാഗ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ മറന്നു പോവാതിരിക്കുക എന്നുള്ളതാണ് ദിക്ർ കൊണ്ടുള്ള മറ്റൊരു കാര്യം അതാണ്. അതുകൊണ്ട് ധാരാളമായി അദ്കാറുകൾ വർദ്ധിപ്പിക്കുന്നവർക്കുള്ള ഗുണമാണ് പറയുന്നത്. മറ്റൊന്നെന്താണ്? ഹൃദയശാന്തിയാണ്, മനസ്സമാധാനം. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കും, അവനിങ്ങനെ ഈ അസ്വസ്ഥതകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥത എന്നുള്ളത് ഒരു കരടാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആസ്വാദനങ്ങളെയും അതെന്ത് ചെയ്യുന്നവരെങ്കിൽ ബ്ലോക്കാക്കും. എന്തൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. വെറുതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഹമ്മ്, എന്താ പിന്നെ പറയാം, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിഴൽ, ഒരു കാർമേഘം, അതിങ്ങനെ നിലനിന്നാൽ ജീവിതത്തിൽ എപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിനുള്ള പരിഹാരം അല്ലാ അന്ന് ഞാൻ തീരെ ഒന്നും ചൊല്ലിയിട്ടില്ലല്ലോ, ഞാനൊന്നും ഖുർആൻ എടുത്ത് ഓതിയിട്ടില്ല, അതാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്തോ അറിയാത്ത അനിർവചനീയമായ പറയാൻ കിട്ടാത്തൊരു ഇടങ്ങേറ് ഇങ്ങനെ കയറുമ്പോൾ ഒന്നൊന്നും ചൊല്ലിയില്ലല്ലോ. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 100 വട്ടം, അസ്തഗ്ഫിറുല്ലാഹ് ഒരു 100 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നൊരു 100 വട്ടം ചെല്ലിയൊക്കെ നിങ്ങൾ ചെല്ലി കഴിയുമ്പോഴേക്കും എന്താവും പറയുന്നത്, നമ്മളൊക്കെ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആ മാനസികാവസ്ഥക്ക് അത്രയും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിയും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർക്കല്ലേ ഈ ഫലമുള്ളൂ. അവരുടെ മനസ്സുകൾ എന്ത് ചെയ്യും, ഈ ദിക്റുകളെ കൊണ്ട് സമാധാന ശാന്തി അടയും എന്നാണ് പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇതിലേറ്റവും ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംരക്ഷണമാണ്. മനസ്സിലായി? ഇന്ന് നേരം പോലത്തെ കേട്ടങ്ങൾ ആലോചിച്ചങ്ങൾ, മനുഷ്യന്മാർക്കൊക്കെ ആകസ്മികമായി ദുരന്തങ്ങൾ സംഭവിക്കണം. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ ദുരന്തങ്ങൾ വരും. ഇതൊക്കെ പടച്ചോൻ അറിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുള്ളൂ. മനസ്സിലായി? അള്ളാനെ ഓർമ്മയുള്ള ഒരാളെ അള്ള ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കും, ഞാൻ നിങ്ങളെ ഓർക്കാന്നാണ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യൂ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്നാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഓർക്കുന്നവനെ അള്ളാഹു ഓർക്കും, അള്ളാഹ് സംരക്ഷിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്കും. ഇപ്പോൾ ഈ ആയത്തുൽ കുർസി ഉണ്ടല്ലോ, ആയത്തുൽ കുർസി ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ലൻ യസഅല അലൈക മിനല്ലാഹി ഹാഫിള എന്നാണ്. അള്ളാഹ് ഒരു സംരക്ഷകനെ നിനക്ക് ആക്കി തരുന്നതാണ്. രാത്രിക്കത്തെ 12 മണിക്കൂർ സേഫായി എന്നാണ്. ഒരായത്തുൽ കുർസി ഓതിയിട്ട് മര്യാദക്ക് കിടന്നാലേ നേരം വെളുക്കോളുള്ള സംരക്ഷണം ഉറപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് ഈ മുഅവ്വിദാത്തുണ്ടല്ലോ, സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, നാസ്, അത് ഓതിയാലുള്ള ഗുണം അറിയൂ. ഓതി എത്ര സിമ്പിളാ സുഹൃത്തുക്കൾ. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ എന്നാണ്. നിനക്കെല്ലാറ്റിൽ നിന്നും സംരക്ഷണം കിട്ടാൻ അത് മതി. രാവിലെ 3 വട്ടം ചെല്ലണം, വൈകുന്നേരം 3 വട്ടം ചെല്ലണം, നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലണം. സുഹൃത്തുക്കൾ, അറിയാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഈ 3 സൂറത്ത് മനപ്പാടമില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാവും? ഇത്രമാത്രം മനുഷ്യന് പ്രൊട്ടക്ഷനും സംരക്ഷണം കിട്ടുന്ന എന്തൊക്കെ ബേജാറാണ് നമുക്ക്. കുട്ടികൾ പുറത്തിറങ്ങിയ ബേജാറ്, ബൈക്കെടുത്ത ബേജാറ്, എന്തൊക്കെ അസുഖങ്ങൾ, രോഗങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടിൽ. ഷെയ്ത്താന് ഇല്ലേ, ഷെയ്ത്താല്ലേ എന്തൊക്കെ ഉപദ്രവങ്ങൾ വരാണ്ട് മനുഷ്യന് പ്രത്യക്ഷവും പരോക്ഷമായിട്ട്. ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് ചൊല്ലാൻ വേണ്ടി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. 3 വട്ടം ഒരാൾ ചെയ്തല്ലേ യദുറഹു ശൈഅ, ഒരു ഉപദ്രവവും വരില്ല. ഫീ ദാലിക്കൽ യൗം ഔ തിൽക്കൽ ലൈല, ആ രാത്രിയിലും പകലിലും പിന്നെ അവനൊന്നും വരാനില്ല എന്നാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ പടച്ചോൻ ചെല്ലിക്കണത് വെറുതെ അല്ല കേട്ടോ. ഈ ചെല്ലണതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ സംരക്ഷണമുണ്ട് എന്നാണ്. അന്ന് അവനെ ഒരു വിഷജന്തുക്കളും ആ രാത്രിയിൽ അവനെ സ്പർശിക്കുകയില്ല എന്നാണ്.
എത്ര വലിയ കരുതലാണ് സുഹൃത്തുക്കൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബി കലിമാത്തില്ലാഹി താമാത്ത്. സമ്പൂർണമായ സൗഖ്യം രോഗം വരുമ്പോഴല്ല, എപ്പോഴും പടച്ചവനോട് ചോദിക്കുക, പടച്ചവനെ രോഗം പരീക്ഷിക്കരുത്, സൗഖ്യം തരണേ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ ആഖിലി വ മാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വ ആമിൻ റൗആതി. അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദൈ, എൻ്റെ മുന്നിൽ നിന്നെ നോക്കണം, വമിൻ ഖൽഫിൻ്റെ പിന്നിൽ നിന്നെ നോക്കണം, വ അൻ യമീനി വ അൻ ഷിമാലി, വലത്തുനിന്ന് നോക്കണം, ഇടത്തുനിന്ന് നോക്കണം. ഇതൊക്കെ രാവിലെയും വൈകുന്നേരവും നമ്മൾ അള്ളാഹുവോട് പറയുന്ന കാര്യമാണ്. മറത്തം വാഹിദ്, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം. മാത്രമല്ല മനസ്സിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും മനസ്സിൽ നിന്നില്ലാതാകാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്തൊക്കെ ആലോചിക്കും സുഹൃത്തുക്കൾ. ഒരു മനസ്സിലൊരു ഇടങ്ങേറ് വന്നാൽ ഏത് ഡോക്ടറെ കാണണം, എന്ത് ഇടങ്ങേറാണ് ഉണ്ടായത്, എന്തെനിക്ക് സംഭവം, ഇതൊക്കെ ആലോചിക്കുമ്പോഴും ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ എന്ന് പറയാൻ നമുക്ക് തോന്നൂല. അപ്പോൾ തോന്നണം, ആ ദിക്റുകളുടെ മഹത്വം അറിയുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് തോന്നുകയെന്നാണ്. എല്ലാ ദിക്റുകളും ധാരാളം നമുക്ക് തഹ്സീൻ കിട്ടുന്ന, പ്രൊട്ടക്ഷൻ കിട്ടുന്ന ധാരാളം ഷിർക്കിൽ നിന്ന്, വിപത്തുക്കളിൽ നിന്നൊക്കെയുള്ള ധാരാളം ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നൊന്ന് പറഞ്ഞല്ലോ അദ്കാറുകളുടെ പ്രാധാന്യം. പിന്നൊന്ന് പറഞ്ഞത് ചെറിയ അധ്വാനം കൊണ്ട് വലിയ പ്രതിഫലം. അതങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ ലളിതമായ 2 പദങ്ങൾ, പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ വളരെയധികം കനം തൂങ്ങും. ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ വാക്ക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതപ്പോൾ 2 കലിമത്ത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതാരെങ്കിലും 100 വട്ടം പറഞ്ഞാൽ ഹുത്തത്ത് ഖതായാഹു വഇൻ കാന മിസ്ല സബദിൽ ബഹർ. ഒരു കടലിലെ തിരമാലകളോളം പാപങ്ങളുണ്ടെങ്കിലും ഇത് 100 വട്ടം പറഞ്ഞാൽ അത് മാഞ്ഞു പോകുന്നതാണ്. ദിക്റിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്താണ്. ആവർത്തിച്ച് ചെല്ലുന്നതിൽ വിരസത വേണ്ട. അപ്പോൾ നമുക്ക് എത്ര വട്ടം ചെല്ലാൻ പറ്റുമോ അത്ര വട്ടം ചെല്ലണം എന്നാണ് ഈ മഹത്വങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നുക. മറ്റൊന്ന്, വിശ്വാസപരമായ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വേരൂന്നിക്കാൻ ഈ ദിക്റുകൾക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് നീ പറഞ്ഞാൽ അൻത തഅതരിഫു ബിളുഅഫിക, പടച്ചോന് മാത്രമേ കഴിവുള്ളൂ, പടച്ചോന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ദുർബലനാണ്, നമുക്കൊന്നും കഴിയൂല, നമുക്ക് കഴിയൊന്നും വിചാരിച്ച് അഹങ്കരിച്ചിരിക്കേണ്ട. അള്ളാഹ്ക്കേ പറ്റുള്ളൂ, അള്ള തീരുമാനിക്കണതേ നടക്കുള്ളൂ. അള്ളാഹുവിനാണ് എല്ലാ കഴിവും ശക്തിയും. വതൽജഉ ഇലാ ഖുവത്തില്ലാ, അത് പറഞ്ഞ് നിൻ്റെ മനസ്സിൽ നിൻ്റെ ദുർബലത ബോധ്യപ്പെടും, അള്ളാഹിൻ്റെ ശക്തി ബോധ്യപ്പെടും ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ കഴിവിലേക്കും ശക്തിയിലേക്കും നീ അഭയം തേടും എന്നാ പറഞ്ഞു. ഇനി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴോ ഈ വാക്കുകളൊക്കെ ചില ആശയങ്ങൾ മനസ്സിലുണ്ടാക്കുന്നു എന്നായി പറയുന്നത്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അൻത തസ്തശ്ഇറു നിഅമല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിനക്ക് അനുഭവങ്ങളുണ്ടാവും. പടച്ചോൻ എനിക്ക് എന്തൊക്കെ തന്നില്ലേ, നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കൂല പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഒരിക്കൽ പോലും ചിന്തിക്കൂല. ഈ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒന്ന് മലന്ന് കിടക്കണിനെ പറ്റി നമുക്ക് ആലോചന ഉണ്ടാവില്ല സുഹൃത്തുക്കൾ. മനസ്സിലായി? നാവ് കൊണ്ട് ഇങ്ങനെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നാവുകൾ അടങ്ങിപ്പോകുന്ന നിമിഷത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. കണ്ണുകളെ കൊണ്ട് കാണുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സമയത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. അവിടെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നതാണ്. പിന്നെ ഹദീസുകൾ വായിക്കുമ്പോൾ കാണുന്നത് അതൊക്കെ അദ്കാറിൻ്റെ ഗുണമാണ്. ഈ ഗുണമൊന്നും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട സുഹൃത്തുക്കളെ, ചെല്ലണം എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഹൃദയം ജീവനുള്ളതാവുന്നതാണ്. അതായത് മരിച്ചു കിടക്കുന്ന ഹൃദയം ഓരോ ദിക്ർ ചെല്ലുമ്പോൾ അതിങ്ങനെ സ്പന്ദിക്കുന്നതാണ്, അങ്ങനെ ജീവൻ വെച്ച് വരുന്നു. അതുകൊണ്ടാണ് നബി പറഞ്ഞത് മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ്. അപ്പോൾ ഈ ദിക്റൊന്നും ചെല്ലാത്ത ആൾക്കാരെന്താണ്? ഒരു ശവം പോലെ അങ്ങനെ ജീവിക്കുന്ന പറയണത്. നമ്മുടെ മനസ്സിനില്ലേ ഒരു ഉഷാറും ഒരു ഉന്മേഷവും ഒരാവേശവും ഒരു സമാധാനമൊക്കെ, അതൊക്കെ ഇങ്ങനെ ഓരോ വാക്ക് പറയുമ്പോൾ കിട്ടുന്നതാണ്. എന്താ അപ്പോൾ ഇതൊക്കെ പറയാം, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ എന്താ പണി? ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ചെന്ന എല്ലാ ദിക്റുകളും വളരെ ലളിതമായി നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അപ്പോൾ എല്ലാ അശ്രദ്ധകളിൽ നിന്നും ഉണർന്ന്
ഒരു നല്ല സജീവമായ ഉണർച്ചയുള്ള ജീവിതം മനുഷ്യന് സാധ്യമാകാൻ, അവനെപ്പോഴും പ്രവർത്തന നിരതനാകാൻ, മനസ്സിന് സമാധാനമുണ്ടാകാൻ, ജീവിതം എപ്പോഴും ഒരു ശാന്തി സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ, ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും പ്രകാശമാനമായി നിലനിർത്താൻ അനിവാര്യമായിട്ടാണ് ദിക്ർ. അതുകൊണ്ടാണ് 3 ദിവസം അതിന് നിശ്ചയിച്ചത്. തിന്നോളിയും കുടിച്ചോളിയും എന്നാണ്. ദിക്ർ വേണം ഇന്നത്തെ ഈ അയ്യാമുത്ത് ശരീക്കിൽ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കും, അതേപോലെ തന്നെ കുടിക്കുകയും ചെയ്യാം. നമ്മൾ ഉളുഹിയത്തിൻ്റെ മാംസമൊക്കെ വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്യണം, വല്ലാതെ ഒന്നും ബേജാറായി എപ്പോഴൊന്നും നമ്മൾ ആ ഭക്ഷണം കഴിക്കില്ലല്ലോ. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നല്ല സന്തോഷത്തിൽ ഉണ്ടാക്കി പാചകം ചെയ്ത് നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടി കുലൂ മിൻഹു എന്നാണ് ഉളുഹിയത്തിൻ്റെ മാംസത്തിലെ ഒന്നാമത്തെ കാര്യം. കുലൂ മിൻഹു, അതിന് നിങ്ങൾ തിന്നണം എന്നാണ്. വാ തഇമുൽ ബാഇസൽ ഫക്കീർ, പാവപ്പെട്ടവരും കഷ്ടപ്പെട്ടവരൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ കഴിച്ച് സന്തോഷിക്കുക, വേറുള്ളവരെ കഴിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷിക്കാം. അള്ളാഹു എത്ര വിശാലമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി നിശ്ചയിച്ചെന്ന നിയമങ്ങളെ നമ്മൾ അവഗണിക്കരുത്. ഫിത്രത്തല്ലാ, അള്ള നിശ്ചയിച്ച ഈ സൃഷ്ടി പ്രകൃതിക്ക് അള്ള വെച്ച നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം വലുതാണ്. അതുകൊണ്ട് പരമാവധി അതിനോട് ചേർന്ന് നിൽക്കുക. ആ ദിക്റുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്ത് വരും. അള്ളാഹിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടാകും. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും. അള്ളാഹുവിലുള്ളൊരു പ്രതീക്ഷ നമുക്ക് വർദ്ധിക്കും. എല്ലാ നിലക്കും അദ്കാറുകൾ നമ്മൾ, അതുകൊണ്ട് നിസ്കാരശേഷമുള്ള അദ്കാറുകൾ, അതേപോലെ നമ്മൾ സ്ഥിരമായി ചെല്ലുന്ന അദ്കാറുകൾ, രാവിലെയും വൈകുന്ന അദ്കാറുകളൊക്കെ നമ്മൾ ചൊല്ലാനും അതിലൂടെ ഈ ഉപകാരങ്ങളും ഗുണങ്ങളും എല്ലാം നേടാനും പരിശ്രമിക്കാം. അള്ളാഹുവിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദിക്റുകളെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ ദിക്റും മുത്തലഖ്, ദിക്റും മുഖയ്യദ്, 2 തരം ദിക്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ദിക്റും മുത്തലഖ്. ദിക്റും മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയം, ഇന്ന സ്ഥലം, ഇത്ര എണ്ണം എന്നൊന്നും നിശ്ചയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിക്റുകളാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കതീറാ, ഈ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെല്ലുക. വസബ്ബിഹുഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരമൊക്കെ അവനെ പ്രകീർത്തിക്കുക. വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശീഇ വൽ ഇബ്കാർ, നിൻ്റെ റബ്ബിനെ നീ അധികമായി കൊണ്ട് സ്മരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് സന്ദർഭത്തിലും നമുക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്റുകളാണ്. നബിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി എന്നാണ്. നബി എല്ലാ ജീവിത സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്തുകൊണ്ടിരുന്നു എന്ന്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിന് ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം. ധാരാളം ആയത്തുകൾ, അദ്ദാക്കിരീൻ അല്ലാഹു വദ്ദാക്കിറാത്ത്, അള്ളാഹിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാർ, സ്മരിക്കുന്ന സ്ത്രീകൾ. മറ്റൊന്ന് അദ്ദിക്റുൽ മുഖയ്യദാൻ, അതായത് ഉപാധികളോടെ ഉള്ളത്. അതായത് ഇന്ന സ്ഥലത്ത് ഇത്ര എണ്ണം, ഇന്ന സമയം എന്ന് നിശ്ചയിച്ചാണ്. അതിലെന്താണ് എന്ത്, ഇപ്പോൾ നമ്മൾ നിസ്കാരശേഷം അല്ല അദ്കാർ വാരിദ, ഈ പിന്നെ നിസ്കാരശേഷം വരെ ദിക്റുകൾ. അപ്പോൾ നമ്മൾ 33 വട്ടം സുബ്ഹാനല്ലാഹ്, അതേപോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പിന്നെ അത് 100 തേക്കുന്ന അരൂപ. അത് നമ്മൾ പിന്നെ ആ എണ്ണം തന്നെ കണിശമായി പിടിക്കാന്നല്ലേ. ദിക്റല്ല ഒന്നും കൂടിക്കോട്ടെ വിചാരിക്കേണ്ട, നമ്മളതിൻ്റെ എണ്ണപ്രകാരം ചില്ല. അതേപോലെ തന്നെ പിന്നെ നിശ്ചയിച്ചത് അങ്ങനെ തന്നെ വേണം. ഉറങ്ങണ സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള ദിക്റുകളുണ്ട്. അതൊക്കെ നിശ്ചയിച്ചത് പ്രകാരം ആ സമയത്തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിശ്ചയിച്ചതുപോലെ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ മുത്തലക്കായ ദിക്റുകളും ഒക്കെ. അപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ ഈ മുക്കയ്യതായ ദിക്ർ മാത്രമുള്ള ദിക്ർ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് മാത്രം ചെല്ലുന്ന ആളുകളുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു യദ്കുർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊന്നും പറയില്ല. നേരെ മറിച്ച് അത് വ്യാപകമായി തന്നെ പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. കുറച്ചും നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ അറിയാതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ സമയത്തും. അപ്പോൾ നമുക്കതിലുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് ചില പിന്നെ ആപ്ലിക്കേഷനുകളുണ്ട്, സമ്പൂർണ്ണമായിട്ട് ഇത് ഉപയോഗിച്ചാൽ നമുക്കിങ്ങനെ നീർത്തിച്ചിട്ട് രാവിലെ വൈകുന്നേരം ദിക്റുകൾ ഇങ്ങനെ മറിച്ച് ഓരോ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ പോകാൻ പറ്റിയതുണ്ട്. കുറച്ച് സമയം ആ മഗ്‌രിബിൻ്റെ മുമ്പും അതേപോലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയത്തിൻ്റെ മുമ്പുമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഈ പറയപ്പെട്ട എല്ലാ പ്രയോജനങ്ങളും നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ദിക്റുകൾ ചെല്ലാൻ, വദ്കുറുല്ലാഹ ഫീ അയ്യാമി മഅലൂമാത്ത്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചെന്ന ദിനങ്ങളാണിത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉടനീളവും അത് ചെല്ലാനും ഏറ്റവും അഫ്ളലു ദിക്റായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണല്ലോ നമ്മൾ മരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ചൊല്ലി ശീലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കത് എപ്പോഴും സന്ദർഭങ്ങൾ ഓർമ്മിക്കാൻ പറ്റും. അള്ളാഹുവിനെ ഓർക്കുവാനും ആ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹു നിൻ്റെയും
പ്രവാചകൻ്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കേണ്ട തൗഫീക്കും ഹൃദയ വിശാലതയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ധാരാളം ആളുകൾ രോഗികളായി വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അവർക്കെല്ലാവർക്കും നീ സൗഖ്യവും ക്ഷേമവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങൾ ചെയ്ത ഇതിൽ ചെയ്ത ബലികർമ്മങ്ങളെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടെ ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.